ബിജെപിയുടെ പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടിക പാർട്ടി നേതൃത്വത്തിലെ സാമുദായിക സന്തുലനം അട്ടിമറിച്ചുവെന്ന് വിമർശനം. ഈഴവ സമുദായത്തിലെയും പിന്നാക്ക സമുദായത്തിലെയും നേതാക്കളെ ഒരുപോലെ തഴഞ്ഞുവെന്നാണ് പരാതി. സേവ് ബിജെപി ഫോറത്തിന്റെ പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കുറിപ്പിൽ നേതൃത്വത്തെ രാജീവ് ചന്ദ്രശേഖറിന്റെ കരയോഗം കമ്മിറ്റി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഡാൻ കുര്യൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, സ്വാഭാവികമായും അസ്വസ്ഥത ഉണ്ടാവും. ഭാരവാഹി പട്ടികയിൽ ഇടം കിട്ടാത്തവർക്ക് ഇത്തരത്തിൽ എതിർപ്പുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ആരാണിപ്പോൾ ഈ ഒരു സേവ് ബി ജെ പി ഫോറത്തിന് പിന്നിലെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്? എന്താണ് അവർ ഉന്നയിച്ചിരിക്കുന്ന പരാതികൾ, എതിർപ്പുകൾ? ഭാരതീയ ജനതാ പാർട്ടി എന്നത് നായർ ജനതാ പാർട്ടിയായി NJP ആയി മാറിയിരിക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് സേവ് BJP ഫോറം എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം സജീവമായ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. അതായത് കെ സുരേന്ദ്രൻ വിഭാഗം പറയുന്നത് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലത്ത് 40% വീതം നായർ പ്രാതിനിധ്യവും ഈഴവ പ്രാതിനിധ്യവും അതോടൊപ്പം 10% വീതം പട്ടികജാതി പ്രാതിനിധ്യവും 10% ക്രൈസ്തവ പ്രാതിനിധ്യവും ഉറപ്പാക്കിയിരുന്നു എന്നാണ്. പക്ഷേ നിലവിൽ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പട്ടികയിൽ, അതായത് 27 അംഗ പട്ടികയിൽ 3 പേർ മാത്രമാണ് ഈഴവ സമുദായത്തിന്റെ പ്രതിനിധികളായി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. 17 പേരും നായർ സമുദായത്തിൽ നിന്ന് ഉള്ളവരാണ്. അതോടൊപ്പം 5 സംസ്ഥാന മേഖലാ കൺവീനർമാരിൽ 4 പേരും ജനറൽ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. 9 വക്താക്കളിൽ സംസ്ഥാന വക്താക്കൾ 9 പേരും ജനറൽ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. അങ്ങനെ ആകെയുള്ള 41 പേരുടെ ഇതുവരെ പുറത്തുവന്ന ഭാരവാഹി പട്ടികയിൽ 28 പേരും നായർ വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്നവരാണ് എന്നാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈഴവ വിഭാഗത്തെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെയും എല്ലാം പൂർണ്ണമായി അവഗണിക്കുന്ന ഒരു സമീപനത്തിലേക്ക് പുതിയ നേതൃത്വത്തിന്റെ നയതീരുമാനങ്ങൾ എത്തിയിരിക്കുന്നു. ഭാരവാഹി പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ പോലും അത്തരത്തിലാണ്. പേരിന് 3 പേരെ ഈഴവ സമുദായത്തിൽ നിന്ന് അതിൽ ഉൾപ്പെടുത്തിയെന്നേ മാത്രമേ ഉള്ളൂ എന്ന ആക്ഷേപമാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ എത്തിയതിന് പിന്നാലെ സംസ്ഥാന നേതൃയോഗം ചേർന്നപ്പോൾ അതിൽ 2 പ്രമുഖരെ, അതായത് വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും ബോധപൂർവം ഒഴിവാക്കി എന്ന തരത്തിലുള്ള പ്രചാരണം വ്യാപകമായി നടന്നിരുന്നു. പാർട്ടിക്കുള്ളിൽ പറയാനുള്ളത് പാർട്ടി ഫോറത്തിൽ മാത്രമേ പറയുള്ളൂ എന്നായിരുന്നു വി മുരളീധരന്റെയും അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രനുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടുള്ള മാധ്യമങ്ങളോടുള്ള പ്രതികരണം. പക്ഷേ അതൃപ്തി മറനീക്കുന്ന തരത്തിലേക്ക് BJPക്കുള്ളിലെ പുതിയ ചേരിതിരിവ് എത്തി നിൽക്കുന്നു എന്നതിന്റെ ഉദാഹരണമായി മാറുകയാണ് ഈ ഭാരവാഹി പട്ടികയുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ തുടക്കമിട്ടിരിക്കുന്ന ചർച്ചകൾ. അതിനോട് നേതൃത്വം ഏത് തരത്തിൽ പ്രതികരിക്കും എന്നതാണ് ഇനി അറിയാനുള്ളത്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിന് 4 മാസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷത്തിൽ താഴെ. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഇങ്ങനെ ഭാരവാഹി പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ ഈ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള സാമുദായിക സമവാക്യങ്ങൾ എന്തുകൊണ്ട് ഉറപ്പുവരുത്താൻ കഴിഞ്ഞില്ല എന്നൊരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് സേവ് BJP ഫോറം ഇതുമായി ബന്ധപ്പെട്ട. ഇത് പ്രതീക്ഷ ഒരു കാര്യം തന്നെയാണ്. സ്വാഭാവികമായും ഇതിന് പിന്നിൽ അസംതൃപ്തരായ വിഭാഗമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അതായത് മുരളീധര സുരേന്ദ്ര പക്ഷം, അവരിൽ നിന്നുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള എതിർപ്പ് തന്നെയായിരിക്കില്ലേ ഇതിന് പിന്നിൽ, അവരെ പിന്തുണയ്ക്കുന്ന അണികളിൽ നിന്നുള്ള? അതായത് ഈ പുതിയ ഭാരവാഹി പട്ടിക പുറത്ത് വിടുമ്പോൾ അതിൽ കെ സുരേന്ദ്രൻ വിഭാഗത്തെ അപ്പാടെ അവഗണിച്ചിരിക്കുകയാണ്, വെട്ടിനിരത്തിയിരിക്കുകയാണ് എന്ന ആക്ഷേപമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പിൻവാങ്ങലില്ല. കൃത്യമായി ഒരു നേർക്കുനേർ പോരാട്ടത്തിന് ഉറച്ചു തന്നെയാണ് കെ സുരേന്ദ്രനും അദ്ദേഹത്തിന് ഒപ്പമുള്ളവരും സംസ്ഥാനത്തെ പുതിയ നേതൃത്വത്തിനെതിരെ രംഗത്ത് വരുന്നത് എന്ന് വേണം ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ ജാതി സമവാക്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉയർന്നു വരുന്ന ഈ വിമർശനങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ. അതായത് നായർ സമുദായത്തെ മാത്രം കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് ഭാരവാഹി പട്ടികയിൽ നായർ സമുദായത്തിന് ഒരു അമിത പ്രാധാന്യം നൽകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നാണ് വിമർശകർ അല്ലെങ്കിൽ അസംതൃപ്തരായ മറുവിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. അതിനോട് ഏത് തരത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മറ്റ് സംസ്ഥാന ഭാരവാഹികളും പ്രതികരിക്കും എന്നതാണ് ഇനി അറിയാനുള്ളത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, അതായത് ഈ ഭാരവാഹി പട്ടിക പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞതാണ്. അതിൽ ഇനിയൊരു മാറ്റം കൊണ്ടുവരിക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല. പക്ഷേ നിലവിൽ ഇങ്ങനെ വിമർശനങ്ങൾ ഉയരുമ്പോൾ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട പദവികളിലേക്ക് ഈ സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഈഴവ പ്രാതിനിധ്യവും ക്രൈസ്തവ പ്രാതിനിധ്യവും അതോടൊപ്പം തന്നെ
പട്ടികജാതി പട്ടികവർഗ പ്രാതിനിധ്യമൊക്കെ ഉറപ്പുവരുത്താനുള്ള നീക്കം ഈ പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി ഉണ്ടാകുമോ എന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി. നമുക്കറിയാം ഷോൺ ജോർജിനെ ഒരു തന്ത്രപ്രധാന പദവിയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സമൂഹത്തെ ഒറ്റപ്പെടുത്തിയെന്ന് പറയാനാകില്ല എന്ന കൃത്യമായ ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് സംസ്ഥാന നേതൃത്വം രംഗത്ത് വരും. പക്ഷേ ഷോൺ മാത്രമല്ല, ക്രൈസ്തവ സഭ, അതിനപ്പുറത്തേക്ക് ക്രൈസ്തവ സഭകൾ BJPയുമായി അടുക്കാൻ ആഗ്രഹിക്കുന്ന മറ്റ് സമുദായങ്ങളുണ്ട്. അവർക്ക് കൂടി കൃത്യമായ പ്രാതിനിധ്യം ഇതിൽ ഉറപ്പാക്കണമെന്ന ഒരു വിമർശനമാണ്, അങ്ങനെ ഒരു ആക്ഷേപമാണ് ഈ അസംതൃപ്തരായ മറ്റൊരു നേതൃനിര ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി ഡാൻ, എന്തായാലും അസംതൃപ്തരുടെ ഒരു നിര തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ ഭാരവാഹി പട്ടികയിൽ കൂടുതലും നായർ പ്രതിനിധികളാണ് എന്നുള്ളതാണ്. നായർ പ്രാതിനിധ്യം വളരെ കൂടുതലാണ്. ഈഴവ സമുദായത്തെ തഴഞ്ഞു, പിന്നാക്ക വിഭാഗങ്ങളെയും തഴഞ്ഞു എന്നുള്ള വിമർശനമാണ് ഇവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നായർ ജനതാ പാർട്ടി എന്നുള്ള പേരും നൽകിയിരിക്കുന്നത്. അതോടൊപ്പം കരയോഗം പട്ടികയാണ് എന്നുള്ള വിമർശനവും രാജീവ് ചന്ദ്രശേഖരന്റെ പുതിയ ഭാരവാഹി പട്ടികയ്ക്കെതിരെ ഇവർ ഉന്നയിക്കുകയാണ്. പുതിയ ഭാരവാഹി പട്ടികയിൽ BJPക്ക് അസംതൃപ്തി. ഷാബു പ്രസാദ് ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ.